പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പട്ടാളത്തിൻ്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ വചനങ്ങളിലൂടെ മനസ്സിലാക്കി. മനുഷ്യരും ജിന്നുകളും പക്ഷിവർഗങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു സേനാ വിഭാഗമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നും അവയുടെയൊക്കെ കാര്യത്തിൽ അദ്ദേഹം തന്നെ നേരിട്ട് മേൽനോട്ടം നടത്തിയിരുന്നു. വളരെ ശ്രദ്ധാലുവായിരുന്നു, വളരെ സിസ്റ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെ പട്ടാളം. ഓരോരുത്തരോടും നിൽക്കാൻ പറഞ്ഞിടത്ത് നിൽക്കുന്നുണ്ടോ, ചലിക്കാൻ പറഞ്ഞിടത്തേക്ക് ചലിക്കുന്നുണ്ടോ, ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി കൃത്യമായി സമയത്ത് നിർവഹിക്കുന്നുണ്ടോ, കൃത്യസമയത്ത് ദർബാറിൽ ഹാജരാകുന്നുണ്ടോ, ഇതെല്ലാം ഒരു രാജാവെന്ന നിലക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതൊക്കെ പരിശോധിക്കുവാൻ വേണ്ടി തൻ്റെ കീഴിലുള്ള മന്ത്രിമാരെയോ ഉദ്യോഗസ്ഥന്മാരെയോ ഒന്നും ഏൽപ്പിക്കാറായിരുന്നില്ല പതിവ്. എല്ലാം അദ്ദേഹം നേരിട്ട് തന്നെ മേൽനോട്ടം നടത്തി. അത്രയും ശ്രദ്ധയോടെയായിരുന്നു തൻ്റെ പട്ടാളത്തെ അദ്ദേഹം ക്രമീകരിച്ചിരുന്നതും നയിച്ചിരുന്നതും എന്നാണ് ഫഹും യൂസഊൻ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ ഭാഗമെന്ന നിലക്കാണ് തുടർന്നുകൊണ്ട് പറയുന്നത് അദ്ദേഹം അന്വേഷിച്ചു. തഫഖദ എന്ന് പറഞ്ഞാൽ കാണാതായ ഒന്ന് അന്വേഷിക്കുന്നതിനാണ് തഫഖദ എന്ന് പറയുക. തഫഖദ ത്വയ്റ, അദ്ദേഹം പരിശോധിച്ചു അല്ലെങ്കിൽ അന്വേഷിച്ചു. എന്തിനെയാണ് അന്വേഷിച്ചത്? അത്വയ്റ, പക്ഷിയെ അന്വേഷിച്ചു. അപ്പൊ അദ്ദേഹത്തിൻ്റെ പട്ടാളത്തിൽ പക്ഷികളുണ്ട്. ഏതെല്ലാം തരം പക്ഷികളുണ്ട് എന്നൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. അങ്ങനെ പക്ഷികളുമുണ്ട് അദ്ദേഹത്തിൻ്റെ പട്ടാളത്തിൽ. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ഹാജർ നോക്കുന്നുണ്ട്. ഉള്ള എവിടെയാണോ ഡ്യൂട്ടി നിർവഹിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തഫഖദ ത്വയ്റ, പക്ഷിവർഗത്തെ, ആ പക്ഷിയെ എന്ത് ചെയ്യാണ്? പരിശോധിക്കുകയാണ്. ഫഖാല, എന്നിട്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, മാലിയ ലാ അറൽ ഹുദ്ഹുദ്, മാലിയ എനിക്കെന്തു പറ്റി? മാലിയ എനിക്കെന്തു പറ്റി? എന്താ അങ്ങനെ ചോദിക്കുന്നത്? ലാ അറ, എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ലാ അറ, ഞാൻ കാണുന്നില്ലല്ലോ. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു. അതിൻ്റെ മുദാരി ആണ്, ഫ്യൂച്ചർ ടെൻസ് ആണ് യറ. യറായുടെ 13ാമത്തെ രൂപമാണ് അറ, ഞാൻ കണ്ടു, ഞാൻ കാണുന്നു. ലാ അറ, ഞാൻ കാണുന്നില്ലല്ലോ. അൽ ഹുദ്ഹുദ, ഹുദ്ഹുദിനെ ഞാൻ കാണുന്നില്ലല്ലോ. അൽ ഹുദ്ഹുദ് എന്ന് പറഞ്ഞാൽ മരക്കൊത്തി പക്ഷി എന്നാണ് അതിൻ്റെ അർത്ഥം. ഹുദ്ഹുദ്, വുഡ് പെക്കർ എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന ആ പക്ഷി. ലാ അറൽ ഹുദ്ഹുദ, ഹുദ്ഹുദിനെ ഞാൻ കാണുന്നില്ലല്ലോ. എവിടെ പോയി? ഞാൻ കാണാത്തോണ്ടാണോ? എൻ്റെ കാഴ്ചയിൽ നിന്ന് വല്ല മറവും കാരണത്താൽ കാണാത്തത് കൊണ്ടാണോ? അതല്ല, അതോ കാന മിനൽ ഗായിബീൻ, ഇവിടെ ഹാജരായിട്ടില്ലേ? ഗായിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാജരാവാത്തവൻ, സ്ഥലത്തില്ലാത്തവൻ. ഗായിബ്. ഹാദിർ എന്ന് പറഞ്ഞാലോ ഹാജറുള്ളവൻ. നമ്മൾ കുട്ടികളെയൊക്കെ അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഓരോരുത്തരെ പേര് വിളിക്കുമ്പോൾ കുട്ടികൾ അറബിയിൽ പറയുന്ന ക്ലാസ്സുകളിൽ കുട്ടികൾ എന്ത് പറയും? ഹാദിറായ കുട്ടിയാണെങ്കിൽ ഹാദിർ, അല്ലെങ്കിൽ എന്ത് പറയും? ഗായിബ്. വേറെ കുട്ടികൾ വിളിച്ചു പറയും ഗായിബ്. അപ്പോ കാന മിനൽ ഗായിബീൻ, അതോ ആ പക്ഷി ഹുദ്ഹുദ് വന്നിട്ടില്ലേ, സ്ഥലത്ത് ഹാജരായിട്ടില്ലാത്തത് കൊണ്ടാണോ? അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി, അതൊരു ചിട്ടയാണ്, ആ ചിട്ട കൊണ്ട് തന്നെ എല്ലാവരും സമയത്ത് ഹാജരാകും. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കുകയാണ്, എല്ലാവരും കേൾക്കെ. കാരണം അതെല്ലാവർക്കും ബാധകമാണ്. അതിനാ പരസ്യമായിട്ട് പറയുന്നത്. ഒരാളെ പറ്റി പറഞ്ഞാൽ മതി, മറ്റുള്ളവർ കേൾക്കെ. അപ്പൊ അതാ മറ്റുള്ളവർ, ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുന്നത് ഇതെനിക്കും ബാധകമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉടനെ പറയണേ, ലഉഅദ്ദിബന്നഹു, ഞാൻ അവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അദ്ദബ എന്ന് പറഞ്ഞാൽ എന്താ? അദാബ് കൊടുത്തു, ശിക്ഷിച്ചു.
അസ്സബയുടെ മുദാരിഅാണ് യുഅദ്ദിബു. അതിന്റെ 13ാമത്തെ രൂപമാണ് ഉഅദ്ദിബു, ഞാൻ ശിക്ഷിക്കും. ല ഉഅദ്ദിബന്നഹു, ഞാൻ അവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. വളരെ ശക്തമായ നിലക്കുള്ള പ്രഖ്യാപനമാണ്, എല്ലാവരും കേൾക്കെ. എവിടെ പോയി അവൻ? ലൗ ഉഅദ്ദിബന്നഹു, ഞാൻ അവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അദാബൻ ശദീദ, അർത്ഥം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താ? അതികഠിനമായ ശിക്ഷ. വിടൂല ഞാൻ അവന്, നല്ല നല്ല കഠിനമായ ശിക്ഷ ഞാൻ കൊടുക്കും. എന്താ പ്രശ്നം? എന്താണ്? സമയത്ത് ഹാജരായിട്ടില്ല, പറഞ്ഞെടുത്ത് കാണുന്നില്ല. കണ്ടോ, അത്ര കൃത്യമാണ് പരിശോധന. ഓരോ ഡെയിലി നോക്കേണ്ടത് വേറെ ആളെ ഏൽപ്പിക്കൊന്നുമല്ല. അങ്ങനെ നോക്കൂ, ആരൊക്കെ എത്തി, എവിടെയൊക്കെ ഉണ്ട്, ഏതൊക്കെ ഉണ്ട് എന്ന് കൃത്യമായിട്ട് പരിശോധന. അപ്പോഴാണ് ആളെ കാണാനില്ല, ഹുദൂദിനെ കാണാനില്ല. എന്തേ ഞാൻ കാണാത്തത് കൊണ്ടാണോ? ഇനി സ്ഥാനം തെറ്റി എവിടെ വേറെ എവിടെയും മാറി നിൽക്കുന്നുണ്ടോ? കാരണം അദ്ദേഹം നോക്കുക എങ്ങോട്ടാണ്? പറഞ്ഞ സ്ഥലത്തുണ്ടോ എന്നാ നോക്കുക. അവിടെ കാണുന്നില്ല, ഇനി പെട്ടെന്ന് ഇനി വേറെ എവിടെയും ഉണ്ടോ? അതാണ് ആ ചോദ്യം. അതെല്ലാം കാനമിനൽ ഗായിബീൻ, അതോ വരാത്തോണ്ട് തന്നെയാണോ? ആള് വന്നിട്ടില്ലേ, സ്ഥലത്തില്ലേ? എങ്കിൽ ലൗഅദ്ദിബന്നഹു അദാബൻ ശദീദ, അതികഠിനമായ ശിക്ഷ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും, നല്ല ശിക്ഷ കൊടുക്കും ഞാൻ. അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ലഅദ്ബഹന്നഹു, ഞാൻ അവനെ അറുത്ത് കളയുക തന്നെ ചെയ്യും. ദബഹ, ദബഹ എന്ന് പറഞ്ഞാൽ എന്താ? അറുത്തു. ദബഹ, ദാലിന് പുള്ളിട്ട ദാല്. ദബഹ, അറുത്തു. യദ്ബഹു, അദ്ബഹു, ഞാൻ അറുക്കും. ലഅദ്ബഹന്നഹു, അല്ലെങ്കിൽ ഞാൻ അതിനെ അറുക്കുക തന്നെ ചെയ്യും. ഔ, അല്ലെങ്കിൽ ഇത് രണ്ടും ചെയ്യാതിരിക്കണമെങ്കിൽ ലയഅ്തിയന്നീ, എൻ്റെ അടുക്കൽ അവൻ വരിക തന്നെ ചെയ്യണം. ഔ, അല്ലെങ്കിൽ ലയഅ്തിയന്നീ, എൻ്റെ അടുക്കൽ അവൻ വരിക തന്നെ വേണം. എന്തുകൊണ്ട്? ബിസുൽത്താനിൻ മുബീൻ, വളരെ വ്യക്തമായ തെളിവും കൊണ്ടുവരണം, കാരണം കൊണ്ടുവരണം. ഇവിടെ സുൽത്താൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ബയ്യിനത്ത്, ഇവിടെ സ്ഥലത്തില്ലാത്തതിനുള്ള കാരണം, ഉദ്ർ, തെളിവ്, അതുകൊണ്ട് അവൻ വരണം. സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ർ അല്ലെങ്കിൽ അവനുള്ള പ്രത്യേകമായ ബയ്യിനത്ത്, തെളിവ് എന്താണെങ്കിൽ ആ തെളിവ് ഹാജരാക്കണം. മുബീൻ, അത് ഞഞ്ഞമിഞ്ഞൊന്നും പറഞ്ഞാൽ പോരാ. എന്താ ഇവിടെ വരാൻ വൈകിയത്, അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല, വളരെ കൃത്യമായിരിക്കണം, കൃത്യമായിരിക്കണം. അതായത് അതിൽ കളവൊന്നും ലെവലേശം വരാൻ പാടില്ല. എന്താണെങ്കിൽ ആ കാര്യം കൃത്യമായിട്ട് പറയണം. അല്ലെങ്കിൽ ഞാൻ കൊടുക്കും. കൊടുക്കാൻ മാത്രമല്ല, ചിലപ്പോൾ കൊല്ലും, വിടൂല. അതുകൊണ്ട് തന്നെയാണ് വളരെ സിസ്റ്റമായിട്ടാണ് ഓരോന്നും. ശൈത്താന്മാർക്കൊക്കെ എന്താ പേടി? ജിന്നുവർഗം, ഭൂതവർഗമൊക്കെ മല്ലന്മാരായ ഇഫ്രീത്ത് വരെ ഉണ്ട് പട്ടാളത്തിൽ. ഒക്കെ നമുക്ക് ശേഷം വരുന്നതിൽ കാണാൻ സാധിക്കും. പക്ഷെ എല്ലാവർക്കും പേടിയാണ്. വളരെ പറഞ്ഞതുപോലെയാണ്, വളരെ കൃത്യമാണ്. ആ നിലക്കുള്ള വളരെ അതിഗൗരവത്തോടുകൂടെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്.